ഹായ്, ഇന്ന് നമുക്ക് പൊട്ടറ്റോ ചീസി സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യണത്. നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യണത് നമുക്ക് യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യണേക്കാൾ നല്ലത് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഓയിൽ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന വരെ നമുക്കതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഗോൾഡൻ ബ്രൗൺ ആയാൽ മതി. അതുവരെ നമുക്കത് വഴറ്റാം. ഇതിപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് സബോള, ഒരു മീഡിയം സൈസ് സബോള ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സബോള ഒന്ന് ജസ്റ്റ് നമുക്കതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം ബ്രൗൺ നിറം ആവേണ്ട ആവശ്യമില്ല. അത് എണ്ണയിൽ കിടന്ന് ഒന്ന് വാടി അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്ന വരെ നമുക്കതൊന്ന് വഴറ്റിയെടുത്താൽ മതി. സാധാരണ നമ്മൾ കറി വയ്ക്കണ പോലെ ഗോൾഡൻ ബ്രൗൺ ആക്കണ്ട. ജസ്റ്റ് അതൊന്ന് വാടി കിട്ടിയാൽ മതി. നമുക്ക് സാൻഡ്വിച്ചിലേക്ക് ഒന്ന് വാടിയത് ആക്കി കിട്ടിയാൽ മതി. ഇനി നമുക്കതിലേക്ക് അതായത് ഇപ്പോൾ ഇത് വാടി വന്നിട്ടുണ്ട്, അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അടുത്തതായിട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി ഞാനിവിടെ ഉപയോഗിച്ച പച്ചമുളകിന് നല്ല എരിവുള്ളത് കാരണമാണ് ഞാൻ ഒരെണ്ണം ഇട്ടിരിക്കുന്നത്. എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ നിങ്ങൾക്ക് 2 or 3 എടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് കൂട്ടിയിടാം. ഇനി ഞാനിതിലേക്ക് അടുത്തായിട്ട് മസാലകളാണ് ഇടാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഒന്ന് മൂത്ത് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മസാലകൾ ഇടുമ്പോൾ നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഞാനിവിടെ 1/2 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മസാലയുടെ മണം നല്ലോണം, ഗരം മസാലയുടെ മണം ഇഷ്ടമാണെങ്കിൽ നമുക്ക് 1 ടീസ്പൂണോളം ഇടാം. ഇതിപ്പോൾ നല്ലോണം ഫ്ലേവറുള്ളത് കാരണം ഞാനിവിടെ 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റാം. നല്ലോണം മൂക്കണ വരെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ബോയിൽ ചെയ്ത പൊട്ടറ്റോ നല്ലോണം ഉടച്ചിട്ട് അത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം നമുക്ക് ആ മസാലയിലേക്ക് നല്ലോണം അത് മിക്സ് ചെയ്യാം. ഒരു 2 മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ് എടുത്തിട്ട് അത് ബോയിൽ ചെയ്തത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി അതിൻ്റെ മസാലയൊക്കെ ഉരുളൻകിഴങ്ങിലേക്ക് എത്തുന്ന രീതിയിൽ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉരുളൻകിഴങ്ങ് നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടില്ല. ഇപ്പോൾ ഉപ്പ് കുറവാണ്, അപ്പോൾ അത് കാരണം ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം ഇപ്പോൾ ഉടയാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം നമുക്ക് ഇപ്പോൾ ഒന്നുകൂടി പ്രസ് ചെയ്ത് അത് ഉടച്ചെടുക്കാം. ഇനി ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ട് ബ്രെഡിലേക്ക് ഇത് പൊട്ടറ്റോ, ഈ മസാല പൊട്ടറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് എല്ലാ സൈഡിലേക്കും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വീറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ബ്രൗൺ കളറ്. വൈറ്റ് ബ്രെഡും നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുകയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചീസ് സ്ലൈസ് ഉള്ള കാരണം ഞാൻ ചീസ് സ്ലൈസ് യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ മുട്ട ഉണ്ടെങ്കിൽ മുട്ട യൂസ് ചെയ്യാം. ഇതിലേക്ക് മുട്ട പൊരിച്ചിട്ട് വേണമെങ്കിൽ
ഇതിലേക്ക് വെച്ച് കൊടുക്കാം നമുക്ക്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചീസുള്ള കാരണം ഞാൻ ചീസ് യൂസ് ചെയ്യണത്. ഇനി ഞാനത് പാൻ വെച്ചിട്ട് പാനിൽ ഇതൊന്ന് അടച്ച് വയ്ക്കുകയാണ്. ഒരു 5 മിനിറ്റിനോളം നമുക്കിത് അടച്ച് വയ്ക്കാം. നമുക്കിത് ഓവണിലും വേണമെങ്കിൽ കുക്ക് ചെയ്തെടുക്കാം. ഓവണിൽ നമ്മൾ 220 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് വെച്ചാണെങ്കിൽ ഇത് ചീസ് നല്ലോണം ഉരുകി മെൽറ്റായിട്ട് വരും. ഞാനതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു സൈഡ് മറിച്ചിട്ട് മറ്റേ സൈഡും കൂടിയും വെച്ച് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ബ്രെഡ് എടുത്ത് അതിലേക്ക് നമുക്ക് ഈ മസാല പൊട്ടാറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് മുട്ടയിൽ മുക്കി ടോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെയും സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അത് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ബട്ടർ വെച്ച് ടോസ്റ്റ് ചെയ്തതിന് ശേഷം ഫില്ലിങ്സ് വെച്ച് ചീസ് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതിനുള്ളിൽ നമുക്ക് എഗ് ഓംലേറ്റ് ഉണ്ടാക്കി ചീസിന് പകരം എഗ് ഓംലേറ്റ് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ആദ്യം വെച്ചത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ചീസൊക്കെ മെൽറ്റായി നല്ല യമ്മിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഇനി ബട്ടർ വെച്ച് ടോസ്റ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ബട്ടറിൻ്റെ ചെറിയ പീസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് സാൻഡ്വിച്ച് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ടോസ്റ്റായി ബ്രെഡിന് കുറച്ചും കൂടി ക്രിസ്പിനെസ് കിട്ടും. നമുക്കത് അടച്ച് വയ്ക്കാം. അതിനുശേഷം ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ചീസും നല്ലോണം മെൽറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലോണം നല്ല ചീസൊക്കെ മെൽറ്റായി നല്ല ടേസ്റ്റി ആയിട്ടുണ്ടത്. ഞാനത് പൊട്ടിച്ച് കാണിച്ചു തരാം, അത് മുറിച്ച് കാണിച്ചു തരാം. ഒരു ബ്രെഡ് ഇത് കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ട്. അതിപ്പോൾ ചീസ് ഇല്ലെങ്കിൽ പൊട്ടാറ്റോ വെച്ച് മാത്രം നമുക്കിത് ചെയ്യാവുന്നതാണ്. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ ചീസുള്ള കാരണം ഞാൻ ചീസ് ഉപയോഗിച്ചു എന്നുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്.